ഈ ടാങ്ക് എങ്ങനെയുണ്ട് ഗായ്സ്? അതൊരു 30 സെൻറ്റിമീറ്റർ ക്യൂബ് ടാങ്കാണ്. സോ ഒരു ഹൈടെക് ടാങ്ക് എനിക്കുണ്ട്. അപ്പോൾ ഒരു ലോടെക് ടാങ്കും കൂടെ വേണം. മെയിൻ്റനൻസ് കുറവുള്ളൊരു ലോടെക് ടാങ്ക് സെറ്റപ്പ് ചെയ്യാന്നുള്ളൊരു ഗോളായിരുന്നു ഇത് ഞാൻ സെറ്റപ്പ് ചെയ്തപ്പോൾ. അതുകൊണ്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള പ്ലാന്റ്സൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് എപ്പിഫൈറ്റ്സ് പ്ലാന്റ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ജാവ ഫേൺ, പിന്നെ അനൂബിയാസ്, ബേസിഫിലാൻഡ്ര, ഈ 3 പ്ലാന്റാണ് മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലാവ റോക്സ്, പിന്നെ ഒരു സാൻഡ് കൊടുത്തിട്ടുണ്ട്, വൈറ്റ് കളർ സാൻഡ്. അത് ADAയുടെ സാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് നല്ല ഒരു ഫിൽറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഹാങ് ഓൺ ബാക്ക് ഫിൽറ്ററാണ് ഇതിൻ്റെ അത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഷിറുബ എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെയാണ്. പ്രടി ഗുഡ് പെർഫോമൻസ്, ബെറ്റർ ദാൻ ഐ എക്സ്പെക്റ്റഡ്. നല്ല പെർഫോമൻസ് ആണ്. വി ക്യാൻ കമ്പയർ ഇറ്റ് ടു ദ ഫ്ലോവൽ. ഓൾമോസ്റ്റ് ഇറ്റ്സ് വർക്ക്സ് ലൈക്ക് ഫ്ലോവൽ, ബട്ട് ഇറ്റ്സ് എ ഗുഡ് ബ്രാൻഡ്. പിന്നെ ഇത് ഫ്ലുവലിൻ്റെ തന്നെ ഒരു ലോടെക് അക്വേറിയത്തിന് പറ്റിയൊരു ലൈറ്റാണ്, സിമ്പിൾ ലൈറ്റ്. ഇതൊരു മിനിമലിസ്റ്റിക് സ്റ്റൈലിലായിരിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. അതിനനുസരിച്ചാണ് ഞാനിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മളൊരു മിനിമലായിട്ടുള്ള ഫിഷസിനെ കീപ്പ് ചെയ്തിട്ടുള്ളൂ. മെയിനായിട്ട് ഗപ്പീസ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഫിഷസിനെയാണ് കീപ്പ് ചെയ്തിരുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഈ റെഡ് പ്ലാറ്റീസ് കുറച്ച് ആഡ് ചെയ്തു. ഇത് ഇവിടെ തന്നെ ഞാൻ ബ്രീഡ് ചെയ്തിട്ടുള്ള പ്ലാറ്റീസാണ് ഇതെല്ലാം. സ്ലൈറ്റ്ലി ഓവർ സ്റ്റോക്ക്ഡ് ആണ്, ബട്ട് just for a change I added all of this fishes to this particular tank. പിന്നെ ഈ പോകുന്ന ബേട്ട ഫിഷ് ഇത് ഞാൻ തന്നെ ബ്രീഡ് ചെയ്തതാണ്. ഇവിടെ ഞാനൊരു ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പേരിനൊന്ന് ബ്രീഡിങ് അറ്റംപ്റ്റ് ചെയ്തു. രണ്ടും കുറച്ച് പ്രൈസിന് കിട്ടി, പക്ഷേ ഇത് മാത്രമേ സർവൈവ് ആയുള്ളൂ. ബട്ട് ഷീ ഈസ് ലുക്കിംഗ് ഗുഡ്. പിന്നെ ഫെർട്ടിലൈസർ സ്ലൈറ്റ്ലി നേരത്തെ ഞാൻ ആഡ് ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പോൾ ചെറിയ രീതിയിൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ ഗ്രോത്തും ഈ പ്ലാന്റ്സിന് കാണാനുണ്ട്.